മലപ്പുറം നിലമ്പൂർ കവളപ്പാറ ദുരന്തത്തിന് ഇന്ന് 6 വർഷം തികയുന്നു. 2019 ഓഗസ്റ്റ് 8-ന് പെയ്ത തോരാമഴയിലാണ് കവളപ്പാറ മുത്തപ്പൻ മലയുടെ ഒരു ഭാഗം അടർന്നു വീണ് ഒരു ഗ്രാമത്തെ ഇല്ലാതാക്കിയത്. 6 വർഷങ്ങൾക്കിപ്പുറവും ആ നടുക്കുന്ന ഓർമ്മയിലാണ് ഈ മലയോര ഗ്രാമം. 59 ജീവനുകളാണ് അന്നാ രാത്രി ഒന്ന് ഓടിപ്പോകാൻ പോലും കഴിയാതെ ഈ മുത്തപ്പൻ കുന്നിൽ പൊലിഞ്ഞത്. അതിൽ 11 പേർ ഇപ്പോഴും ഈ കുന്നിനടിയിലുണ്ട്. ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത രാത്രിയായിരുന്നു അന്ന്. നിസ്സഹായരായ മനുഷ്യർക്കുമേൽ കല്ലും മണ്ണും വെള്ളവും പതിച്ച ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു വിങ്ങലാണ് ഈ നാട്ടുകാർക്ക്. മുത്തപ്പൻ കുന്ന് ഇടിഞ്ഞു താഴ്ന്നെത്തിയ കൃഷിയിടം ഇപ്പോഴും കാടുമൂടി കിടക്കുകയാണ്. രക്തബന്ധം തന്നെ പറയാം. അതുപോലുള്ള സൗഹൃദ ബന്ധങ്ങളിൽപ്പെട്ട ആൾക്കാർ, കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട ആൾക്കാർ 59 പേരും നഷ്ടപ്പെട്ടു പോയി. വൈകുന്നേരം അങ്ങാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ ഉറങ്ങിയ പോലെയാണ്. ആരും എന്നും കാണുന്ന, സംസാരിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്ന ആ ആളുകളൊന്നും കാണാനില്ല. ആ വേദന എങ്ങനെയാ ഇപ്പം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. ഇപ്പം ഞാനും കരുതി 2-3 കൊല്ലം കഴിയുമ്പോൾ മറക്കുന്നു. ഒരിക്കലും മനസ്സിൽ പോകില്ല. ഏതാണ്ട് 72ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ഭീഷണി നേരിടുന്നുണ്ട്. മണ്ണ് കുമിഞ്ഞുകൂടി കാടുമൂടിയ ഏക്കർ കണക്കിന് വരുന്ന കൃഷിസ്ഥലം കൃഷി ചെയ്യാൻ യോഗ്യമാക്കി തരണമെന്ന ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളാണ് കവളപ്പാറ നിവാസികൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. തെങ്ങ് കവുങ്ങ് കൃഷി ചെയ്തിരുന്ന പാടം പോലെയുള്ള പ്രദേശമായിരുന്നു. 15 ഏക്കർ ഭൂമി, കവളപ്പാറ തോടിനും അക്കരെ റോഡിനും ഇടയിലുള്ള ഭൂമി. ആ ഭൂമിയിലേക്കാണ് മുത്തപ്പൻ മല വന്ന് ഉഴുന്നിറങ്ങിയിട്ട് മൺകൂനകളാക്കി ആകപ്പെട്ട് അതിൽ കാട് മൂടി കിടക്കുന്നത്. ഇപ്പോൾ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബങ്ങളെല്ലാം ഇപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായി താമസിക്കുകയാണ്. 126 കുടുംബങ്ങളെ 3 ഘട്ടമായാണ് പുനരധിവസിപ്പിച്ചത്. ദുരന്തം നടന്ന് 6 വർഷങ്ങൾക്കിപ്പുറവും മുത്തപ്പൻ കുന്നിലെ ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. അനുരൂപ് ചീക്കോടിനൊപ്പം ജിംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.